എടുത്തു ചാടി പോകുന്നത് വീണ്ടും വിചാരമില്ലാത്തതുകൊണ്ടാണെന്ന് ഞാൻ പറയൂ. അഞ്ജലി സുധിയോട് ഇത് പറഞ്ഞത് നന്നായി. സമ്മർദ്ദത്തിൽപ്പെടുത്താൻ പറ്റും. വളരെ പെട്ടെന്ന് സുധി ഒരു തീരുമാനം എടുക്കും. അതുപോലെ ആവില്ല അമ്മയോട് എന്ന് പറയുന്നത്. എന്റെ മനസ്സിൽ ഒരാശങ്കയില്ല. എന്നെ വേണമെങ്കിൽ സുധിയേട്ടൻ എന്റെ വീട്ടിലേക്ക് വരും. ഇനി ഈ വീട്ടിലേക്കില്ലെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും മാറ്റം വരുന്നെങ്കിൽ വരട്ടെ എന്ന് കരുതിയിട്ടാ. കൂട്ടിക്കൊണ്ടുവരാൻ തയ്യാറായ ഞാൻ വരും. ഇതുപോലൊരു മുറി തനിച്ചു കിടക്കാനൊന്നും വയ്യ. ഓരോ രാത്രിയും ഞാൻ കഴിച്ചു കൂട്ടുന്നത് എങ്ങനെയാണെന്ന് ആർക്കും അറിയില്ല. വെളുപ്പിനാ ഒന്നും മയങ്ങുന്നത്. മടുത്തു ചേച്ചി. ഇനി ഞാൻ എന്തു പറയാനാ? ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ? ആ പിന്നെ ഇന്നലെ രാത്രിയിലെ ഒരു പെങ്കൊച്ചിനെയും കൂട്ടിയ അമ്മ വന്നത്. പെങ്കൊച്ചോ? ആരാ? സുജാത എന്നാ പേര്. വരുന്ന വഴി റോഡിൽ വെച്ച് കണ്ടതാണ്. ഏതോ വീട്ടിൽ ജോലിക്ക് നിന്നതാ. അവിടുത്തെ ശല്യം സഹിക്കാനാവാതെ രാത്രി രക്ഷപ്പെട്ട് ഓടിയതാ. കണ്ടിട്ട് സഹതാപം തോന്നുന്നു. കരഞ്ഞു കണ്ണീര് പറ്റിയ മുഖം. എത്ര വയസ്സ് വരും? ചെറുപ്പക്കാരിയാ. 30-നപ്പുറം പോകൂല. രാവിലെ പോകാൻ ഇറങ്ങിയതാ. എന്നെ സഹായിച്ച് ഇവിടെ നിന്നോളാം നമ്പാട്ടമ്മ പറഞ്ഞു. ചേച്ചിക്കൊരു സഹായമായല്ലോ. ഈ വീട്ടിൽ എത്ര ജോലിക്കാരൻ നിന്നാലും എന്റെ ജോലിക്ക് വല്ല കുറവുണ്ടോ? നിലം തുടച്ചിടാൻ ഞാൻ പറഞ്ഞിട്ടാ വന്നത്. അഞ്ജലി താഴേക്ക് വാ, സുജാതയെ കാണണ്ടേ? ചേച്ചി നടന്നു, ഞാൻ വരാം. എന്താ അഞ്ജലി? ഗുരുവായൂർ നമ്മ വന്നിട്ടുണ്ട്. സുധിയേട്ടൻ അമ്മയോട് സംസാരിക്കുമെങ്കിൽ ആവാം. അതിന് കഴിയില്ലെങ്കിൽ ഞാൻ സംസാരിച്ചോളാം. കൊണ്ടുവിടണമെന്നില്ല. തനിച്ചു പോവാനും ഞാൻ ഒരുക്കുക. അഞ്ജലി കുറച്ചു നേരം ക്ഷമിക്കേ. ഉച്ചയ്ക്ക് മുമ്പ് എനിക്ക് മറുപടി കിട്ടണം. ഈശ്വര, എന്റെ ചേച്ചി. ഞാൻ എന്ത് ചെയ്യും ദൈവമേ? ഭൂമി പിളർന്നു എന്നെ അങ്ങ് സ്വീകരിക്കണേ. അഞ്ജലി, ഞാൻ പറഞ്ഞില്ലേ, ഇതാ സുജാത. ഇത് നമ്പാട്ടമ്മയുടെ ഇളയ മരുമോളാ അഞ്ജലി.
ഇവിടെ കഴിഞ്ഞെങ്കിൽ വന്നാ വർക്കേരിയൊക്കെ നടിച്ചു വാര്. എന്നോട് വാ, ഞാൻ കാണിച്ചു തരാം. ഈശ്വര, ചേച്ചിയായിരുന്നു. എന്താ സംഭവിച്ചെന്നറിയാൻ ഒരു മാർഗമില്ലല്ലോ. ചേച്ചിക്ക് വീട്ടിലേക്ക് പോവായിരുന്നില്ലേ? അറിഞ്ഞു വെച്ച് എന്തിനാ ഇങ്ങോട്ട് വന്നത്? എന്നിട്ട് നീ എന്ത് പറഞ്ഞു? ഗുരുവായൂരിന് അമ്മ വരാതെ ഒരു തീരുമാനം എടുക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞു. അവളാരാ ഇങ്ങനെയൊക്കെ ഉത്തരവിടുമ്പോ കൊണ്ടാക്കാൻ? സുധി ഇതിനൊക്കെ കാതു കൊടുക്കാൻ പോകുന്നുണ്ടല്ലോ. സഹതാപം കാണിക്കുമ്പോഴാണ് അവള് തലേ കയറുന്നത്. അവളെ കുറ്റപ്പെടുത്താൻ പറ്റൂ? ഒരു വീട്ടിലുള്ളവർ ഒറ്റക്കെട്ടായി കടന്ന് ആക്രമിക്കുകയല്ലേ. ഇനി അതിന് ഞാൻ സമ്മതിക്കില്ല. എന്താ അമ്മ ചെയ്യാൻ പോകുന്നത്? അവളെ ഇവിടുന്ന് പറഞ്ഞയക്കാനാണോ? അതെന്തായാലും നടക്കില്ല. പകരം കുറച്ച് സ്നേഹം അവളോട് കാണിക്കണം. 2 തവണ അവളുടെ ജീവനെടുക്കാൻ ശ്രമിച്ചില്ലേ? ഒന്നിപ്പഴിച്ച 3 ഇനി എങ്ങനെ ഒരു നീക്കം നമ്പാട്ട് നടന്നിട്ട് വേണ്ടേ? ഛേ, എനിക്കിപ്പോ ലജ്ജ തോന്നുന്നു. ഒരു ജാതക വിധി മറികടക്കാൻ വേണ്ടി അങ്ങനെ ഒരു നാടകം നടത്തേണ്ടി വന്നു. ഇനി അതേക്കുറിച്ച് ഓർത്ത് പശ്ചാത്തപിച്ചിട്ട് കാര്യമില്ല. പക്ഷെ ഒരു പെണ്ണിന്റെ ജീവൻ അപഹരിക്കാൻ എന്റെ മക്കൾ ഇറങ്ങി പുറപ്പെട്ടത് ഒട്ടും ശരിയായില്ല. അഞ്ജലിക്കെതിരെയുള്ള എല്ലാ കടന്നാക്രമണങ്ങളും എല്ലാവരും ഇതോടെ നിർത്തിക്കോണം. ആ, പിന്നെ ഈശ്വരൻ എന്ത് വിധിച്ചോ അത് മാത്രം നടക്കട്ടെ. ഞാനൊരു സംശയം ചോദിച്ചോട്ടെ അമ്മേ. അവള് മരിക്കണ്ടെന്നാണ് ഈശ്വര വിധിയെങ്കിലോ? ആ വിധി തിരുത്താനല്ലേ ഇന്ദിരേട്ടനും ബാലമാമ ഇറങ്ങി പുറപ്പെട്ടത്. ഇനി അങ്ങനെയൊന്നും ഉണ്ടാവാൻ പാടില്ലെന്നോ അമ്മ പറയുന്നു. എന്നാ പിന്നെ സുധിക്ക് അഞ്ജലിക്ക് ഒന്നിച്ചങ്ങ് ജീവിക്കാലോ. നീ എന്നെ പരിഹസിക്കല്ലേ? അയ്യോ അല്ലമ്മേ, എന്റെ മനസ്സിലെ ഒരു സംശയം ചോദിച്ചു പോയതാ. ആ വിധി ഫലിക്കുക തന്നെ ചെയ്യും. അതിനുവേണ്ടി എല്ലാവരും കുറച്ച് കാത്തിരിക്കണമെന്ന് മാത്രം. ഞാൻ ചെന്ന് അവളോടൊന്ന് സംസാരിക്കട്ടെ. സുധി, നിന്റെ ജീവിതം കയ്യാലപ്പുറത്ത് തന്നെയാ. അമ്മ പറഞ്ഞത് കേട്ടില്ലേ? അവളെ ഇനി ആരും ഒന്ന് നുള്ളി നോവിക്കാൻ പോലും പാടില്ല. വിധിക്ക് വേണ്ടി കാത്തിരിക്കത്രേ. എടാ, നിന്റെ കാര്യം കഷ്ടം തന്നെ. അഞ്ജലി ഇവിടെ നിന്ന് സ്വയം ഇറങ്ങിപ്പോവാൻ തയ്യാറായതല്ലേ? അവളെ ഉപദേശിച്ചു പിന്നെ ഇവിടെ പിടിച്ചു നിർത്തേണ്ട കാര്യം അമ്മയ്ക്കുണ്ടോ? ഒരു ജാതകദോഷത്തിന്റെ പേരും പറഞ്ഞ് എല്ലാവരും കൂടി എന്നെ ഒരു വേഷം കെട്ടിച്ചു. എന്നുവെച്ച് ഞാനൊരു മണ്ടനൊന്നുമല്ല. എന്റെ ജീവിതം എങ്ങനെയാണോ തീരുമാനിക്കാനുള്ള ബുദ്ധിയൊക്കെ എനിക്കുണ്ട്. അമ്മ പറഞ്ഞ പോലെ അഞ്ജലിക്കെതിരെയുള്ള ഒരു നീക്കത്തിന് ഞാനിനി സമ്മതിക്കില്ല. അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അതെന്നും എന്റെ ജീവിതത്തിൽ ഒരു കളങ്കമായി തന്നെ അവശേഷിക്കും. കൊള്ളാം. ഇതൊന്നും അറിയാതെയാണോ സുധി അവളെയും കൂട്ടി റിസോർട്ടിലേക്ക് പോയത്?
അതോ അന്നവളെ രക്ഷപ്പെടുത്താൻ ആളെ ഏർപ്പാടാക്കിയത് നീയാണോ? ഇനി അതിന്റെ പേരിൽ ഏട്ടത്തി പുതിയ കഥകളൊന്നും ഉണ്ടാക്കണ്ട. ഇതിൽ കൂടുതൽ അവൻ എന്തു പറയാനാ? സാന്ദ്രേ, നിന്റെ കാര്യം ഗോവിന്ദ. അഞ്ജലി അവനെ വല വീശി പിടിച്ചു. അഞ്ജലി, നീ ഇവിടെ വന്നിരിക്കുകയാണോ? നീ ഇത് എന്തിനുള്ള പുറപ്പാടാ? ഞാനന്ന് ഗുരുവായൂർ പോയിരുന്ന സമയത്ത് നീ ഇവിടുന്ന് ഇറങ്ങിപ്പോവാൻ തയ്യാറെടുത്തെന്ന് സുധി പറഞ്ഞല്ലോ. അമ്മ വന്നിട്ട് തീരുമാനിക്കാന്നോ സുധിയേട്ടൻ പറഞ്ഞത്. അമ്മ വരാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു ഞാൻ. അപ്പൊ തീരുമാനം അങ്ങ് ഉറപ്പിച്ചു. ഞാനിവിടെ കഴിയുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ അമ്മേ? ഇനിയും ഞാനിവിടെ നിന്നാ നിങ്ങൾക്ക് ഞാനൊരു ബാധ്യതയോ? അമ്മയ്ക്കറിയാലോ, 2 തവണയാണ് ഞാൻ വധശ്രമത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്. ഇനിയും അതുണ്ടാവും. ഈ കുടുംബത്തിന് അതൊരു ചീത്തപ്പേരാവുകയും ചെയ്യും. ഞാൻ എന്റെ ജീവനം കൊണ്ട് പൊയ്ക്കോളാം അമ്മേ. എന്നെയും സുധിയെയും മറന്ന് നിനക്കങ്ങനെ പോകാൻ കഴിയുമോ? നിന്നെ ഇല്ലാതാക്കണമെന്ന് ഞാനും അവന് ആഗ്രഹിച്ചിട്ടുണ്ടോ? നിനക്കങ്ങനെ തോന്നുന്നുണ്ടോ? അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ നിന്നെ ഞാൻ തടയില്ല. നിനക്ക് പോകാം. പക്ഷേ നീ ഒന്നോർക്കണം, നിന്നെ ഞാൻ ഈ വീട്ടിലേക്ക് കൊണ്ടുവന്നത് സുധിയുടെ ഭാര്യയായിട്ടാ. ഇപ്പോഴും നീ ആ സ്ഥാനത്ത് തന്നെയാ. 1.5 മാസം കൂടി കഴിഞ്ഞാൽ ജാതകദോഷമൊക്കെ മാറിക്കൊള്ളും. ഞാൻ ഈ തീർത്ഥാടന കേന്ദ്രങ്ങളിലൊക്കെ പോകുന്നത് നേർച്ചകളും പൂജകളും നടത്താനാ. ഗുരുവായൂർ പോയി പ്രാർത്ഥിച്ചത് നിങ്ങൾക്ക് വേണ്ടിയാ. നിനക്ക് ആ മുറിയിൽ തനിച്ചു കഴിയാൻ പ്രയാസമുണ്ടെങ്കിൽ താഴത്തെ ഏതെങ്കിലും മുറിയിലോട്ട് മാറിക്കോ. അല്ലെങ്കിൽ എന്റെ മുറി വന്ന് കിടക്ക്. നിന്നെ ഇവിടെ ആരും കുത്തുവാക്കുകൾ പറഞ്ഞ് വേദനിപ്പിക്കില്ല. ഇനി നിന്നെ ദ്രോഹിക്കാൻ ആരും വരികയില്ല. നിനക്ക് ഞാൻ വാക്ക് തരുന്നു, മല്ലിയയ്ക്കും ഉമ്മിനിക്കും ഈ വീട്ടിലുള്ള സ്ഥാനം നിനക്കും ഉണ്ടാവും. നീ ഭയപ്പെടുന്നത് പോലെ നിന്റെ നേരെ ഇനി ഒരു ആക്രമണം ഉണ്ടായാൽ നോക്കിയിരിക്കില്ല ഞാൻ. ഇപ്പൊ നീ അവിവേകം ഒന്നും കാണിക്കരുത്. ഇവിടെ നിന്ന് എന്നെ ധിക്കരിച്ചിറങ്ങിപ്പോയാൽ അന്ന് തീർന്നു നമ്പാട്ടുമായിട്ടുള്ള നിന്റെ ബന്ധം. നീ നന്നായിട്ട് ചിന്തിക്ക്, എന്നിട്ടൊരു തീരുമാനം എടുത്തു. സ്വയം ഒഴിഞ്ഞു പോവാൻ തയ്യാറായി നിൽക്കുന്നവളെ അമ്മ കൈയും കാലും പിടിച്ച് നിർത്തിയിരിക്കുക. അമ്മയ്ക്ക് ഇതിന്റെ വല്ല ആവശ്യമുണ്ടോ? ഇനി ഈ വീട്ടിൽ അവളെ ചൊല്ലി എന്തെങ്കിലും സംഭവിച്ച അതിന്റെ ഉത്തരവാദി അമ്മയാ. അതിന് നീ കിടന്ന് തുള്ളിയിട്ടൊരു കാര്യമില്ല. അമ്മയൊന്നും അറിയാതെ പ്രവർത്തിക്കില്ല. പ്രവർത്തിച്ചതിന്റെ ഫലമൊക്കെ കുറെ നാളായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുക. നീ ഇതൊക്കെ എന്നോട് പറഞ്ഞിട്ടെന്താ കാര്യം? നിങ്ങൾക്ക് വലിയ സന്തോഷമാണെന്ന് എനിക്കറിയാം. പിന്നെ സന്തോഷിക്കാതെ അവളെ ഇനി എനിക്ക് കാണാമല്ലോ. എന്തു പറഞ്ഞാലും ഉടനെ അത് സമ്മതിച്ചോണ്ടുള്ള നമ്പർ ഉണ്ടല്ലോ, അത് എന്റെ അടുത്ത് വേണ്ട. പിന്നെ ഞാൻ എന്ത് വേണമെന്നടി നീ പറയുന്നേ? നിനക്ക് എന്നെ കുത്തി പറയണം, അതിലാണ് നീ സുഖം കണ്ടെത്തുന്നത്. അഞ്ജലി ഇവിടെ വാഴിക്കണമെന്ന് ഒരാഗ്രഹം എനിക്കില്ല. സാന്ദ്രയും സുധിയും തമ്മിലുള്ള ജീവിതമാണ് ഞാനും ആഗ്രഹിക്കുന്നത്. അഞ്ജലിയെ കാണുമ്പോ നിങ്ങൾക്കൊരു ഇളക്കമുണ്ടല്ലോ. ഇന്ദിരേട്ടൻ അവളെ കാണാൻ പോയതായിട്ട് ഇവിടെ ആരും പറഞ്ഞിട്ടില്ല. എടി, ആ പെണ്ണ് എന്റെ മുന്നിൽ വന്ന് വിടുന്നത് എന്റെ കുറ്റമാണോ? എടി, എന്റെ മനസ്സിനെ ഇളക്കാൻ നിനക്കല്ലാതെ ഒരു പെണ്ണിനും ഇതുവരെ കഴിഞ്ഞിട്ടില്ല. നിന്റെ മുന്നിൽ എന്ത് യോഗ്യതയാണ് അവക്കുള്ളത്? അവള് ചെറുപ്പോ? അപ്പൊ നീ വയസ്സായി പോയെന്നാണോ നീ കരുതി വെച്ചിരിക്കുന്നത്? അവളെക്കാൾ 4 or 5 വയസ്സിന് മൂപ്പേ നിനക്കുള്ളൂ. അതിനെന്താ സംശയം? പിന്നെ നിന്റെ ഈ ബോഡി ഷേപ്പ് കിട്ടുന്ന എല്ലാമേ വെട്ടി വിഴുങ്ങിട്ടല്ലേ നീ ചീർത്തു പോയത്? നീ നമ്മുടെ കല്യാണ ആൽബം എടുത്തോ നോക്ക്, എന്നിട്ട് അഞ്ജലിയുമായിട്ട് നീ സ്വയം ഒന്ന് വിലയിരുത്തും.
അപ്പൊ അറിയാം അവളേക്കാ സുന്ദരി നീയാണെന്ന്. അതിലൊരു സംശയമില്ല. പിന്നെ നിനക്ക് എന്തിനാ സംശയം? നോക്ക്, നിന്റെ ഈ കണ്ണുകൾ കണ്ടില്ലടി ഞാൻ വീണുപോയത്. ഇതിന്റെ ഒരു കാന്ത വലയത്തിലല്ലടി ഈ പ്രതാപം ഭ്രമണം ചെയ്യുന്നത്. അപ്പൊ എന്നെ ഇപ്പോഴും പ്രതാപേട്ട ശ്രദ്ധിക്കുന്നുണ്ടല്ലേ? എന്നിട്ടാ നീ ഒരു പെണ്ണിന്റെ പേര് പറഞ്ഞ് എന്നെ ആക്രമിക്കുന്നത്? പ്രതാപേട്ട ക്ഷമിക്കേ. നമുക്കൊരു കുഞ്ഞുണ്ടായിരുന്നെങ്കിലേ ഞാൻ ഇങ്ങനൊന്നും ആവില്ലായിരുന്നു. അതൊക്കെ പോട്ടെ. പ്രതാപേട്ടന് കുടിക്കാൻ എന്താ വേണ്ടേ? ചായ വേണോ കാപ്പി വേണോ? ചെല്ലേ, ചായ തന്നെ ആയിക്കോട്ടെ. ദാ ഇപ്പൊ കൊണ്ടുവരേ. ഇതിനെയാണ് യുദ്ധവും സമാധാനവും എന്ന് പറയുന്നത്. അപ്പോൾ ഇനി അഞ്ജലി ഇവിടെ തന്നെ തുടരും. എന്താ അഞ്ജലി? സുധീരൻ എന്റെ മുറിയിലേക്കൊന്ന് വരുമോ? ആ വരാം. അഞ്ജലി, അമ്മ കാണാൻ വന്നിരുന്നു അല്ലേ? സുധീരനല്ലേ അമ്മ അയച്ചത്? പോകാൻ തയ്യാറെടുത്ത് അഞ്ജലി നിൽക്കുമ്പോ അമ്മയോട് പറയണ്ടേ? അമ്മ എന്തു പറഞ്ഞു? തീരുമാനം മാറ്റാലോ? എന്റെ തീരുമാനത്തിന് ഒരു മാറ്റവും ഇല്ല. അഞ്ജലി അമ്മയെ വെറുപ്പിക്കുകയാണോ? അമ്മയുടെ സ്നേഹം നേടിയിട്ട് എനിക്ക് എന്താ സുധിയേട്ട ഇവിടെ മെച്ചം? ഇങ്ങനെ ജീവിക്കാൻ എനിക്ക് വയ്യ. ഞാൻ സുധിയേട്ടന്റെ ആരാ? ഇത് ഞാൻ ചോദിക്കുന്ന ചോദ്യമല്ല, വരുന്നവരും പോകുന്നവരും ചോദിക്കുന്ന ചോദ്യമോ? എന്റെ മനസാക്ഷിയോട് പറയാനെങ്കിലും എനിക്കൊരു ഉത്തരം വേണ്ടേ? അത് അഞ്ജലിക്കില്ലേ? ഒരു ദിവസം ഒരുമിച്ച് കഴിഞ്ഞതുകൊണ്ട് മാത്രം ആ ചോദ്യത്തിനുള്ള ഉത്തരവാവോ? അംഗീകാരം, അവകാശം, ഇതൊക്കെ ഒരു പെണ്ണിന് കിട്ടുന്നത് എങ്ങനെയാ? വിവാഹ ജീവിതം കൊണ്ട് സുധിയേട്ടൻ അർത്ഥമാക്കുന്നത് എന്താ? അഞ്ജലിക്ക് ഇപ്പൊ എന്താ വേണ്ടത്? ഒരു ഭാര്യ എന്ന നിലയിൽ എനിക്ക് അവകാശപ്പെട്ടത്. ഞാൻ സുധിയേട്ടന്റെ ഭാര്യയാണെന്നുള്ളതിന് തെളിവ്. വെറും തെളിവ് മാത്രം പോരാ, നിയമത്തിനു മുന്നിൽ എനിക്ക് എടുത്തു കാണിക്കാൻ പറ്റുന്ന തെളിവ്. നിയമപരമായിട്ട് നമ്മളെ വിവാഹിതരായതിന് ഒരു എവിഡൻസും ഇല്ല. അതാ എനിക്ക് വേണ്ടത്. സബ് രജിസ്ട്രാർ ഓഫീസിൽ പോയി നമ്മൾ വിവാഹ ഉടമ്പടിയിൽ ഒപ്പിടണം. അതിന്റെ സർട്ടിഫിക്കറ്റ് എനിക്ക് കിട്ടണം. പിന്നെ നമ്മുടെ വിവാഹ ഫോട്ടോ എടുക്കണം. ഇതൊക്കെ സാധിച്ചു തരാൻ സുധിയേട്ടന് കഴിയോ? അതിന് സുധിയേട്ടന് കഴിഞ്ഞ എന്ത് ത്യാഗവും സഹിച്ച് ഞാൻ ഈ വീട്ടിൽ കഴിഞ്ഞോളാം. മരിക്കാനാണ് വിധിയെങ്കിൽ അതിന് ഞാൻ ഒരുക്കുക. അമ്മയും ഏട്ടന്മാരെയും ഭയമാണെങ്കിൽ അവരാരും അറിയണമെന്നില്ല. എന്നെ ഒരു ഭാര്യയായിട്ട് സുധിയേട്ടൻ കാണുന്നെങ്കിൽ ഇത് അംഗീകരിച്ചു തരും. അതിന് സാധ്യമല്ലെങ്കിൽ സുധിയേട്ടനെ ഞാൻ എങ്ങനെ വിശ്വസിക്കും? മരണം പതിയിരിക്കുന്ന ഈ വീട്ടിൽ ഞാൻ പിടിച്ചു നിൽക്കാനുള്ള ഏക കാരണം സുധിയേട്ടനിലുള്ള വിശ്വാസമാണ്. ഞാനറിയാതെ ഇവിടെ നടക്കുന്ന പല അന്തർനാടകങ്ങളിലും സുധിയേട്ടനും പങ്കുണ്ടെന്ന് ഞാൻ വിശ്വസിക്കും. അഞ്ജലി, അതെ സുധിയേട്ട, എന്നെ ഭാര്യയായിട്ട് നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ സുധിയേട്ടൻ ഭയക്കുന്നു എന്നല്ലേ അതിനർത്ഥം? ഈ നാടകം ഇവിടെ അവസാനിപ്പിക്കുന്നതല്ലേ നല്ലത്? ഞാൻ എന്റെ ജീവനും കൊണ്ട് പൊയ്ക്കോളാം. മണവാട്ടി വേഷം അണിഞ്ഞ് കാത്തിരിക്കുന്നവളെ സുധിയേട്ടന് ജീവിത സഖിയായിട്ട് കൂട്ടിക്കൊണ്ടുവരാം. അഞ്ജലി പ്ലീസ്. സുധിയേട്ടൻ കൂടുതലൊന്നും പറഞ്ഞ് ബുദ്ധിമുട്ടണമെന്നില്ല. ഒരു വാക്ക് മതി, യെസ് ഓർ നോ. ഞാൻ അതിന് മടിക്കുന്നുവെന്നാണോ അഞ്ജലി കരുതുന്നത്? പെട്ടെന്ന് പുറത്തേക്ക് പോകാൻ പറ്റുന്ന സാഹചര്യം അല്ല ഇപ്പോൾ ഉള്ളത്. ഒരു എക്സ്പ്ലനേഷനും എനിക്ക് കേൾക്കണ്ട.
നിമിഷം സുധിയേട്ടൻ എന്നെ കൊണ്ട് പുറത്തു പോകാൻ കഴിയുമെന്ന് മാത്രം പറഞ്ഞാൽ മതി. അല്ലെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് പോവും. ആരും എന്നെ തടയില്ല. ശരി, അഞ്ജലിയുടെ വിശ്വാസക്കുറവ് മാറ്റിത്തരാൻ ബാധ്യസ്ഥനാ ഞാൻ. ഡ്രസ്സ് ചെയ്ത് താഴേക്ക് വാ. എന്തെങ്കിലും കളവ് പറഞ്ഞ് അമ്മയിൽ നിന്ന് ഞാൻ പെർമിഷൻ വാങ്ങാം.